ഹലോ, വെൽക്കം ബാക്ക് ടു രുചി എക്സ്പ്രസ്. ഇന്ന് രുചി എക്സ്പ്രസ്സിലൂടെ 2 ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മീൻ കറിയും കൂടെ അപ്പവും. നമ്മുടെ സൈഡിൽ ഓട്ടട എന്നും പറയാറുണ്ട്, ഓട്ടപ്പം എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ 2 ഐറ്റമാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. പിന്നെ മീൻ കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ബാച്ചിലേഴ്സിന് വരെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള കിടിലം ഐറ്റമാണ്. അപ്പോൾ വീഡിയോസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് നിങ്ങൾ കാണണം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ചെയ്തെടുക്കുന്നത് മീൻ കറിയാണ്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പുഴമീനാണ്. ഇത് ഏകദേശം 1 കിലോനോളം ഉണ്ട്. ഞാനൊരു 1/2 കിലോ മീൻ വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കറി ഉണ്ടാക്കിയെടുക്കാം നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഏത് പാത്രമാണെങ്കിലും നമുക്കതെടുക്കാം. ഇനി ഞാനിതിലോട്ട് 2 തക്കാളി ഒന്ന് ചെറുതായിട്ട് കൈ വെച്ചിട്ട് ഉടച്ചെടുത്തതാണ്. മിക്സിയിലൊന്നും അടിക്കേണ്ട, ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. പിന്നെ ഞാനിതിലോട്ട് ഇടുന്നത് ഒരു പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളക് ഒരെണ്ണം എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഇത് അത്യാവശ്യം നല്ല എരിവുണ്ട്. മാത്രമല്ല ഞാൻ മുളക് പൊടി ഒരുപാട് ഇടുമല്ലോ, അപ്പോൾ നമുക്ക് അത്രയും മതി. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ പേസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇനി ഇട്ട് കൊടുക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂണോളം നമ്മുടെ ചെറിയുള്ളി ചതച്ചെടുത്തതാണ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ഈ പാത്രത്തിലോട്ട് തന്നെ ഇട്ടെടുക്കുന്നത്, ഒന്ന് വഴറ്റി കൊടുക്കുന്നൊന്നുമില്ല. എല്ലാം ചട്ടിയിലോട്ട് ഇട്ടെടുത്തിട്ട് ഒരുമിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു 1/2 ടീസ്പൂണോളം ഉലുവ, നമുക്ക് പൊടിയാണെങ്കിൽ ഉലുവ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. അപ്പം ഞാനൊരു 2-3 ടേബിൾ സ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ല എരിവുണ്ട്, അതുപോലെ തന്നെ നല്ല കളറും ആയിരിക്കും. നമ്മുടെ മീൻകറി കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിനി വേണ്ടത്, ഞാൻ പറഞ്ഞു മാങ്ങ ഇട്ടിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഒരു മാങ്ങ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ മാങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ പുളി വെച്ചിട്ടും അതുപോലെ തന്നെ കുടംപുളി ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം, എത്രയാണ് നമുക്ക് കറിക്ക് കട്ടി വേണ്ടത്, എത്ര ഗ്രേവിയാണ് നമുക്ക് ആവശ്യമുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ് ഒഴിച്ചിട്ട് പിന്നെ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തു. ഒരു 2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിരുന്നു. കാരണം ഈ മാങ്ങയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഒന്ന് വേവുന്ന ടൈമിൽ തന്നെ നമ്മുടെ വെള്ളം വറ്റിപ്പോവും. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം നമുക്ക് ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 4-5 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല തിളച്ച് നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് മീൻകറി മുളകിട്ടിട്ടുണ്ടാക്കുമ്പോൾ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഉള്ളിയൊക്കെ വഴറ്റിയിട്ടൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്നൊക്കെ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണിത്. ഉള്ളിയൊന്നും വഴറ്റാതെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ പുഴമീനെന്നല്ല, ഏത് മീനും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ കറിയിലെ മാങ്ങയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് കറി നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മീൻ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കറി എല്ലാ മീനിൻ്റെ സൈഡിലോട്ട് ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വല്ലാതെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണ്ട. അങ്ങനെ ഇളക്കി കൊടുക്കുന്ന ടൈമിൽ നമ്മുടെ മീനൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കറിയിൽ വറവിട്ട് കൊടുക്കുന്നില്ല. നമുക്ക് വറവിടുന്നുണ്ടെങ്കിൽ ചെറിയുള്ളി വെച്ചോ അല്ലെങ്കിൽ കടുക് വെച്ചിട്ട് വറവിട്ട് കൊടുക്കാം. പക്ഷേ വറവിടുന്നതിനേക്കാളും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ രീതിയിൽ ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പോൾ ഇനി നമുക്ക് വേപ്പിലൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ നമ്മുടെ അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് അപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. വറുക്കാത്ത അരിപ്പൊടിയാണ് കേട്ടോ. നമ്മൾ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന സെയിം പൊടി തന്നെയാണ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നനച്ചെടുക്കുന്നുണ്ട്. വല്ലാതെ കുഴച്ചെടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് നനച്ചെടുത്താൽ മതി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിലിട്ട് ഇട്ടെടുക്കുമ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് അടിയിൽ കുറച്ച് കട്ട പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒന്ന് നനച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂണോളം തേങ്ങ ഇട്ട് കൊടുക്കാം. അതുപോലെ 1.5 ടേബിൾ സ്പൂണോളം ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ഇതിലോട്ട്. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കി വെള്ളം ഒഴിക്കണം കേട്ടോ, ഒരുപാട് ആവരുത്. ഇനി നമുക്കൊരു 2-3 മിനിറ്റ് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. വല്ലാതെ ലൂസായി പോകരുത് കേട്ടോ. ലൂസായി പോയാൽ നമ്മുടെ അപ്പം ശരിയായി
കിട്ടില്ല. അപ്പോൾ ഇതുപോലെ കട്ടിയായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു മൺചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചട്ടി നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കൂട്ടിയിട്ടിരിക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ കൈ വരുമ്പോൾ നമുക്ക് ഒന്ന് ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് വേവിച്ചാൽ മതി. അതിൽ കൂടുതലാവരുത്. 1 മിനിറ്റ് ആയാൽ തന്നെ നമ്മുടെ അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ബാക്കിലൊന്നും കരിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ അപ്പത്തിൻ്റെ റെസിപ്പി അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറിയും അതുപോലെ തന്നെ അപ്പവും ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. കൂടെ ഞങ്ങൾ ഫിഷ് ഫ്രൈയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല, നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്നും കൂടെ പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ. അപ്പോൾ നമുക്ക് പുതിയ വിഭവങ്ങളുമായിട്ട് രുചി എക്സ്പ്രസ്സിലൂടെ വീണ്ടും കാണാം. താങ്ക്